സ്വാഗതം ചെയ്യുന്നത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ്. ഈ സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചിരിക്കുന്ന നിത്തു മോളെ സ്വാഗതം ചെയ്യാണ്. ഏറ്റവും വലിയ കൈയോടെ തന്നെ മോളെ സ്വാഗതം ചെയ്യാം. ചെറിയ കുട്ടിയാണ്, നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനം വേണം. Look at her, how beautiful, how confident. ഈ സമയം വേദിയിലേക്ക് ആഷിഖിനെ വേദനെ കൂടെ സ്വാഗതം ചെയ്യാണ്. Two very very beautiful and talented actresses. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അവരെ സ്വാഗതം ചെയ്യാം. Also inviting on stage the very talented actress Hilda. ഈ സമയം വേദിയിലേക്ക് ശ്രീ ഗോകുലം മൂവീസിൽ നിന്ന് സുജിത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വരവെന്ന ഈ സിനിമ വിതരണം ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ്. I would now like to request Mr. Sujit, the representative from Sri Gokulam Movies, to kindly come on stage. Sri Gokulam Movies-നെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരുപാട് അന്യഭാഷ സിനിമകളും ബിഗ് ബഡ്ജറ്റ് സിനിമകളും മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. So they are our distributors. Here we have Mr. Sujit from Sri Gokulam Movies on stage. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നടനും സംവിധായകനും ബിഗ് ബോസ് വിന്നറുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ 3 ടൈറ്റിൽസും അലങ്കരിക്കുന്ന ഒരേ ഒരാളെ ഇന്ന് കേരളത്തിലുള്ളൂ. മരണം പ്ലീസ്, ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. നല്ലൊരു കൈയ്യടിയോടെ സ്വാഗതം ചെയ്യാം അഖിൽ മാരാർ. Joining us on stage is അഖിൽ മാരാർ. Thank you for accepting our invitation and joining us here as a guest. അടുത്തതായി വേദിയിലേക്ക് ഒരിക്കൽ കൂടി MG ശ്രീകുമാർ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം സാർ ഈ സിനിമയുടെ വലിയൊരു ഭാഗമാണ്. സാർ ഇല്ലാതെ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാൻ പറ്റില്ല. So here we have MG ശ്രീകുമാർ sir joining the other cast and crew members on stage. ഈ സമയം ഏറെ സ്നേഹത്തോടെ ജിബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Requesting Jibin to kindly join us on stage. ഈ സമയം നമ്മുടെ പടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരിക്കുന്ന ബെന്നി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബെന്നി സർ, പ്ലീസ് ജോയിൻ us on stage. അതെ, അപ്പോൾ ഇനി നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. Here we have the entire team of the movie വരവ് along with our guests. നിങ്ങൾ എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി കുറച്ചുകൂടി മുന്നോട്ട് കയറി നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവരും കയറി നിൽക്കണം. Thank you so much everyone. ജോഷി ചേട്ടനും ഷാജി കൈലാസ് സാറും AK സാജൻ സാറും സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. Thank you everyone. ഷാജി കൈലാസ് സാറും കൂടി സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. നമ്മളിപ്പോൾ സ്റ്റേജിൽ കണ്ടത് വരവെന്ന ഈ സിനിമയുടെ എൻറ്റയർ ടീം മെമ്പേഴ്സിനെയാണ്. നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിരവധി താരങ്ങളുണ്ടായിരുന്നു. So yes, here we have അപ്പോൾ ഈ സമയം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അഖിൽ മാരാറിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അഖിലേട്ടാ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഈ ഒരു അവസരത്തിൽ എന്താണ് അഖിലേട്ടന് പറയാനായിട്ടുള്ളത്? ഹലോ, നമസ്കാരം. ഒരുപാട് ആരാധിച്ചിട്ടുള്ള, ഒരുപാട് പിന്നാലെ സഞ്ചരിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ
അതിനുള്ളൊരു നന്ദി ആദ്യം അറിയിക്കുകയാണ്, ഈശ്വരനോടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്നെ എല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള രണ്ട് മഹാന്മാരായ സംവിധായകരാണ് ജോഷി സാറും ഷായ് സാറും. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിൽ ഒരു ആശംസ അറിയിക്കാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട ജോർജേട്ടൻ്റെ സിനിമ കൂടിയാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ സിനിമ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഒരു കോർപ്പാക്ട് ആക്ടറാണ് ജോഷ്. അത് കുറിച്ച് കുറിയത്തിലൂടെയായാലും ഞാൻ എപ്പോഴും ജോർജിനോട് പറയും, ചേട്ടാ കുറച്ച് ഇമോഷൻസ് ഉള്ള കഥകൾ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലും കുറച്ചുകൂടെ ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകൾ ജോർജേട്ടൻ ചെയ്യണം. കാര്യം ജനങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ണമൊന്നും തന്നെ ഈ ആക്ഷനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ ഇത്രയും ഫ്ലെക്സിബിളായിട്ട് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തൊരു നടൻ ഇന്നിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടോ എന്നൊരു സംശയമാണ്. അപ്പോൾ അത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം തൻ്റെ ആക്ഷൻ കൈകാര്യം ചെയ്തത്. ആ ആക്ഷനെ മലയാളത്തിൻ്റെ ആക്ഷൻ രംഗങ്ങളിൽ നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഷാജി സാർ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നതിലപ്പുറമായ ഒരു സിനിമയായി വരവ് മാറും. ജോർജേട്ടൻ്റെയും ഷായ് സാറിൻ്റെയും ഒരു മികച്ച വരവ് തന്നെയായി ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത മറ്റു രണ്ട് നടന്മാർ ബാലാജേട്ടനും അസീസും ഒക്കെയുണ്ട്. അപ്പം അവരൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും 1000 ആശംസകളും പ്രാർത്ഥനകളൊക്കെ നേരുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സർ. ഈ സമയം ആശംസകൾ അറിയിക്കുന്നതിനായി ജോസ് തോമസ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടി എല്ലാവരും വരവിൻ്റെ ഒരു വിജയത്തിന് വേണ്ടിയാണ്. ഷാജി കൈലാസിനെ കൂടെ പറഞ്ഞു, ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്ത ഷാജി കൈലാസ് അടുത്തൊരു ഹിറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് ഷാജി കൈലാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ കൃത്യം വർഷം പറയുന്നില്ല, അപ്പോൾ പ്രായം പിടിക്കുന്നതുകൊണ്ടാണ്, മദ്രാശിയിലേക്ക് ഞാൻ ചെല്ലുന്നത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. ഞങ്ങൾ ഒരു ഗുരുവിൻ്റെ കൂടെ സിനിമ ചെയ്ത് അങ്ങനെ ഒരേ വീട്ടിൽ താമസിച്ച് അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഷാജി എന്നോട് പറഞ്ഞു, എടാ നമ്മൾ ഡയറക്ടേഴ്സാണ്, ഞാൻ ഡയറക്റ്റ് ചെയ്യണം, ആദ്യം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നീ ആയിരിക്കും എൻ്റെ അസോസിയേറ്റ്, നീ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അസോസിയേറ്റ് എടുക്കും. ഞങ്ങളോട് വെച്ച് വാക്ക് പറഞ്ഞു. ഷാജി ആദ്യമായിട്ട് ന്യൂസ് ചെയ്യാൻ പോകുന്നു. ഞാനന്ന് സിബി മറിയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് പറഞ്ഞു, നമ്മുടെ വാക്ക് പാലിക്കണം. അന്ന് മുതൽ ഷാജിയുടെ ന്യൂസ്, രണ്ടാമത്തെ പടം സൺഡേ 70, മൂന്നാമത്തെ പടം ഡോക്ടർ പശുപതി, 3 പടങ്ങൾക്കും ഞങ്ങൾ അസോസിയേറ്റായി നിന്നു. അസോസിയേറ്റ് എന്നുള്ള അങ്ങനെ ഒരു സഹോദര ബന്ധം വർഷങ്ങൾക്കിപ്പുറവും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഷാജിയെ കുറിച്ച് പറയാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 38 വർഷം എന്ന് വിചാരിക്കും, ഞാൻ മദ്രാസിയിൽ ചെന്ന് കാണുന്ന ഷാജി കൈലാസാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന ഷാജി കൈലാസ്. സിനിമയുടെ പകിട്ട് കണ്ടിട്ട് സ്വഭാവം മാറിയിട്ടില്ല. ആ എളിമയും ആ സ്നേഹവും ആ വിശ്വാസവും അതേപോലെ കാത്തുസൂക്ഷിക്കുന്ന ഷാജി കൈലാസിനെ എനിക്ക് മരണം വരെ മറക്കാൻ കഴിയില്ല. എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ സുഹൃത്തായിരിക്കും, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. വാക്കുകൾക്കേറെ നന്ദി. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ജോജു ചേട്ടാ, അപ്പൊ എന്താണ് ജോജു ചേട്ടൻ ഷാജി കൈലാസ് എന്ന ഡയറക്ടറിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം? അങ്ങനെ അഭിപ്രായം പറയാനായിട്ടുള്ള ആളായിട്ടില്ല ഞാൻ. സാറിൻ്റെ സിനിമകൾ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കണ്ട് ശീലിച്ച ഏറ്റവും വലിയ ബിഗ് കൊമേഴ്ഷ്യൽസ് എടുത്തത് ഷാജി സാറാണ്. ഞാൻ ആ സിനിമകളൊക്കെ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. നമ്മളുടെ തലയിൽ പോയിട്ടുള്ളത് ആ എനർജിയും ആ ഇതുമാണ്. അങ്ങനെയുള്ള എന്താ പറയുക, ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതല്ല, അങ്ങനെ ഒരു വർക്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഒരു ഭാഗ്യം. എന്താ പറയുക, പണിയറിയുന്ന വൃത്തിക്ക് പണിയറിയുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളോടൊന്നും അഭിപ്രായം ചോദിക്കാതിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. എന്താണ് പഠിക്കാൻ പറ്റിയത് ഷാജി കൈലാസ് സാറിന്? സിലബസ് ടഫായതുകൊണ്ട് ഞാൻ പഠിക്കാൻ കുറച്ച് മോശമാണ്. അതുകൊണ്ട് ഇതെല്ലാം വലിയ സിലബസുകളാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ 10ാം ക്ലാസ് PDC ആ ടീമാണ്. ഷാജി സാറിനോടും ഇത് ചോദിക്കണമെന്നാണ് സൈഡിൽ നിന്നൊക്കെ വരുന്നൊരു റിക്വസ്റ്റ്. ഷാജി ചേട്ടാ, 2 വാക്ക് ഞാൻ ഭയങ്കര പോവാണ്. എനർജി തരുന്നത് വരുമ്പോഴാണ് വരുമ്പോഴെങ്കിലും അറിയാം. എനർജി കൊണ്ടാണ് വരുന്നത്. ഒരു പ്രശ്നമില്ലാതെ മനോഹരമായിട്ട് സാർ ഈ ഇത് മതിയോ, ഇങ്ങനത്തെ ഇങ്ങനെ ചോദിച്ചു
പുള്ളി എല്ലാ സിനിമകളും കണ്ട് കാണുന്ന സിനിമ എന്നത് ഭയങ്കര പാഷനായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാഷനായിട്ടുള്ള ഒരു ലൈഫാണ് പുള്ളി. വേറെ ഒന്നിനെ പറ്റി പുള്ളി ചിന്തിച്ചിട്ടില്ല. ഒള്ളി സിനിമ. ഇവർ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ള ജോസിനെ കുറിച്ച്. സിനിമ ഭയങ്കര പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വലിയ മഹാനടൻ. പണ്ടൊക്കെ ചോദിച്ചു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കരുത്. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. അതിനൊരു പരാതിയുണ്ട്, സിനിമ സിനിമ സിനിമ, വേറെ വഴിയില്ല. അപ്പോൾ അധ്വാനിക്കുന്ന ഒരു നടനാണ്. അഭിനയത്തിന് ഇപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന ഒരാൾ. എഴുതുമ്പോൾ ഒരുപക്ഷെ ഒരു എഴുത്തുകാരനെ ഏറ്റവും കൂടുതൽ ഒരു നടൻ നായകൻ ശല്യപ്പെടുന്ന ആ കാര്യത്തിലായിരിക്കും. ഒരു സീൻ വായിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള അഭിനയിക്കാനുള്ള മുഹൂർത്തത്തെക്കുറിച്ച് ആ മനുഷ്യൻ ഇപ്പോഴും ഭയങ്കര ആർത്തിയാണ്. അപ്പോൾ എഴുത്തുകാരനെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ ജോജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു നടൻ അഭിനയിക്കുന്ന ആ കഥാപാത്രം ആയി വലുതാമത് കാണുന്ന സന്തോഷം. ഞാൻ ജോജുവിൻ്റെ ചെറുപ്പകാലം മുതൽ കണ്ടിട്ടുള്ള ആളാണ്. ആ വളർച്ച കൂടെ നിന്ന് നടന്ന് കാണുന്ന ആളാണ്. ഇനിയും വളരട്ടെ, കൂടെ നിൽക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സർ. അപ്പം ഇത് ഒരു ഒന്നൊന്നര വരമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് വലിയൊരു കൈയടി നൽകാം ടു ദ കോർ ടീം ഓഫ് ദ മൂവി വരവ്. താങ്ക് യു സോ മച്ച്. ശരവണൻ സാർ, താങ്ക് യു. ഭയങ്കര രസമായിട്ടാണ് സാറ് ഷൂട്ട് ചെയ്തത്. ചിത്രയിലെല്ലാം കാണുമ്പോൾ നമ്മുടെ മുഖം എത്ര ഭംഗിയിലിരിക്കാനാണ് നമുക്ക് സന്തോഷം. താങ്ക് യു. ഈ സമയം MR രാജകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം നമ്മുടെ സൗണ്ട് ഡിസൈനറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഡിസൈനറാണ്. അൺഡൗട്ടഡ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് ഡിസൈനേഴ്സ് ദാറ്റ് വി ഹാവ് ഇൻ ഇന്ത്യ. വെൽക്കം ടു യു സർ. എന്താണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇവൻ ആരാടാന്ന് വിചാരിച്ചിട്ടുണ്ടോ പലരും? എൻ്റെ പേര് സൗണ്ട് ഡിസൈനർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ സ്ക്രീനിൽ ഫ്രണ്ടിൽ വരുന്ന ആളല്ല, സ്ക്രീനിൻ്റെ പുറകിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഇമോഷണൽ സ്പേസാണ് ഇപ്പോൾ ഇവിടെ. കാരണം അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറയുന്നത്, ഞാൻ ഷാജിയായിട്ട് അടുപ്പം എന്ന് പറയുന്നത് നരസിംഹം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ വീട്ടിൽ, അതായത് എനിക്കൊരു അഡ്രസ്സ് കൂടെ ഉണ്ട്. സൗണ്ട് ഡിസൈനർ എന്ന് പറയുമ്പോൾ അത് വന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല, MG രാധാകൃഷ്ണൻ. എൻ്റെ അച്ഛൻ്റെ പേരോട് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. MG ശ്രീകുമാർ, എൻ്റെ ചിറ്റപ്പൻ. സോ ആ ഒരു അഡ്രസ്സും കൂടെ ഉണ്ട്. അപ്പോൾ നരസിംഹം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുമ്പോൾ എൻ്റെ അച്ഛൻ സംഗീതം ചെയ്ത് ചിറ്റപ്പൻ പാട്ട് പാടുന്നു. അതിനകത്ത് ധ്യാനം, ധ്യേയം, നരസിംഹം എന്നുള്ളതിൻ്റെ കോറസ് പാടുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും അച്ഛൻ്റെ കുറേ ശിഷ്യന്മാരും ചിറ്റപ്പനും ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ടാണ് ആ കോറസ് പാടാനൊരു അവസരം കിട്ടിയത്. അങ്ങനെ ഒരു കോറസ് പാടി അന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഷാജിയേട്ടനെ പോലെ ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. 5 സിനിമയായി ഞാൻ ഷാജിയേട്ടനോട് വർക്ക് ചെയ്യുന്നു. അത് എങ്ങനെ എനിക്ക് ആ ഇമോഷൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം ഇമോഷണലി വെരി മച്ച് അട്രാക്ട് ടു ദിസ് സ്റ്റേജ്. എൻ്റെ അച്ഛൻ്റെ പാട്ട് പഠിച്ചിട്ട് പാടുകയും ചെയ്തിട്ട് പാടുന്ന കേൾക്കാനായിട്ട് ലൈവായിട്ടൊരു അവസരം കൂടെ കിട്ടി. ആൻഡ് താങ്ക് യു സോ മച്ച്. അത്രേ പറയാനുള്ളൂ. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ നമ്മുടെ ഈ സ്ക്രീനിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിൽ വരാറില്ല, വളരെ റെയറായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു മൊമെൻ്റായിട്ട് ഞാൻ ട്രഷർ ചെയ്തു. ഇവ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയണമല്ലോ. എനിക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ ഞാൻ മേടയിൽ വീട്ടിൽ ഞങ്ങളുടെ കൂട്ടുകുടുംബമായിരുന്നു. അന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ 7 മണിക്ക് വന്ന് പറഞ്ഞു. അന്ന് മൊബൈലൊന്നുമില്ല. രാജ് ഇവൻ പറഞ്ഞ് ചിറ്റപ്പന് നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2 നാഷണൽ അവാർഡ് കിട്ടും. പക്ഷേ ഇവന് 7 നാഷണൽ അവാർഡ് കിട്ടും. അത്രയില്ല ഇല്ലേ? എത്ര ഉണ്ട്? 3 കിട്ടി. പോട്ടെ, സ്ഥലമില്ല. അതായത് ഇനിയിപ്പോൾ കിട്ടാൻ പോകണം. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് എഞ്ചിനീയർ ഇൻ ഇന്ത്യ. ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്, ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, വർക്ക് ചെയ്യുന്നത് മലയാളം, തമിഴ്, ഹിന്ദി, തെലുഗു, കന്നഡ, ഇത്രയും ഭാഷകളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. വെരി പ്രൗഡ്. താങ്ക് യു സോ മച്ച്.
അതായത് ഇപ്പോ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. താങ്ക് യു സോ മച്ച്. ഓവർവെൽഡായി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നാഷണൽ അവാർഡ് വിന്നേഴ്സിന്റെ ഒരു കുടുംബം തന്നെയാണ്. താങ്ക് യു. ഇനി നമ്മുടെ ചിത്രത്തിലെ അടുത്ത പാട്ടിന്റെ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. ഈ ലോഞ്ചിന് വേണ്ടി സിനിമയിലെ യുവ താരങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അർജുൻ അശോകൻ, സാനിയ അയ്യപ്പൻ and ദീപക് പരമ്പോൾ. We have the young stars of the movie Varava joining us on stage for the launch of the next song. സിനിമയിലെ ആദ്യത്തെ പാട്ട് നമ്മൾ കുറച്ച് മുന്നേ ലോഞ്ച് ചെയ്തു. ഇനി രണ്ടാമത്തെ പാട്ട് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സമയമാണ്. And to do the honors, we have the amazing young actors from the movie. സാനിയ അയ്യപ്പനെയും ദീപക് പരമ്പോളിനെയും അർജുൻ അശോകനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മൂന്ന് പേരും ചേർന്ന് ഒരുമിച്ച് പാട്ട് ലോഞ്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അർജുൻ ചേട്ടാ, ദീപക് പരമ്പോൾ. So here we go. Ladies and gentlemen, with all your permission, here we launch the next song from the movie Varava. In 3, 2, 1, go. ശരിക്കും ഈ സോങ്ങിന്റെ എനർജി നമുക്ക് ഇവിടെ ഫീൽ ചെയ്തു. ഈ സമയം മനോഹരമായിട്ട് ഈ സോങ്ങിൽ പെർഫോം ചെയ്ത നമ്മുടെ പ്രിയ നായിക ശ്രുതി ലക്ഷ്മിയെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എന്തൊരു പെർഫോമൻസ് ആയിരുന്നല്ലേ. വാട്ട് ആൻ എനർജി, വാട്ട് എ സ്ക്രീൻ പ്രസൻസ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വലിയൊരു കൈയടി നൽകി നമുക്ക് ശ്രുതി ലക്ഷ്മിയെ സ്വാഗതം ചെയ്യാം. ഫിനോമിനൽ പെർഫോമൻസ് ഓഫ് ദി സോങ്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ജോഷി സാർ, ഷായി സാർ, ജോയ് ചേട്ടൻ, എല്ലാവരും, എം ജി സാർ. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഷാജി സാറിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിമിൽ വരാൻ കൊതിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോങ്ങിലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നോക്കി സോങ് എനിക്ക് അത്രയും, ഞാൻ ഷാജി സാറ് ഫസ്റ്റ് കണ്ടപ്പോൾ സാറിൻ്റെ ഒരു ഫ്രെയിമിൽ ഒരു ക്ലോസ് കിട്ടാന്ന് പറഞ്ഞത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഒരു ഭയങ്കര ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്. ജോഷി സാറിൻ്റെയൊക്കെ സിനിമകൾ എൻ്റെ അമ്മക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ജോഷി സാറിനെ കണ്ട് ഞാൻ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ട്. സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും സോങ് അല്ലെ, നമ്മൾ പണ്ടൊക്കെ പാട്ടുകൾ ഹിറ്റായാൽ സിനിമ ഹിറ്റായി എന്നാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കാണുന്നത് പാട്ടുകളാണ്. പ്രത്യേകിച്ച് ഞാനൊരു ഡാൻസറായിരുന്നു. സാനി പോയത് സാനിക്ക് ഭയങ്കര ഡാൻസറാണ്. അപ്പം നമുക്കൊക്കെ സ്റ്റേജിൽ ഡാൻസ്, ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ പറഞ്ഞതാണ് ഇനി കുറേ നാളത്തേക്ക് എനിക്ക് ഡാൻസ് ചെയ്യാനായിട്ടൊരു പാട്ട് കിട്ടിയത്. അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു പാട്ടിൽ അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചത്. ചേട്ടാ, ഷായ് സാർ ആൻഡ് ക്യാമറ സാർ, എന്ത് രസം കാണാൻ. ഫ്രെയിംസ് ഒരു രക്ഷയില്ല. ഇതൊരു കളർഫുള്ളാണ്. കുറേ നാളുകൾക്ക് ശേഷം തോന്നി ഇങ്ങനെ ഒരു സോങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ സമയം സാനിയെയും ദീപകിനെയും അർജുൻ ചേട്ടനെയും കൂടി സെന്റർ സ്റ്റേജിലേക്ക് എത്തുകയാണ്. ശ്രുതിലക്ഷ്മി പോകുന്ന ശ്രുതിനെയും ഞങ്ങൾക്ക് ഇവിടെ വേണം. 4 പേരും സെന്റർ സ്റ്റേജിലേക്ക് ഒന്ന് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എന്തിനാണ് വിളിച്ചത് ഏകദേശം മനസ്സിലായി 4 പേർക്കും. ഞങ്ങൾ പാട്ട് ഒന്നുകൂടി പ്ലേ ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് എ ഹംബിൾ റിക്വസ്റ്റ്. 4 പേരും കൂടി നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഒന്ന് ഡാൻസ് ചെയ്യണം. ശ്രുതി is there to lead. So can you please have the song once again? Sanya and Shruti Lakshmi, ladies and gentlemen, the very, very talented actresses and dancers, Sanya Ayyappan and Shruti Lakshmi on stage. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കോട്ടയം രമേശിനെയാണ്. ഈ സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരിക്കുന്ന നടൻ കോട്ടയം രമേശിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്തിട്ടുള്ള നടനാണ്. ഈ സമയം കോട്ടയം രമേശ് സർ അദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിലെ എക്സ്പീരിയൻസിനെ കുറിച്ചും കഥാപാത്രത്തിനെ കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഷാജി സാറിൻ്റെ ഇത് രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിച്ചത്. നേരത്തെ അഭിനയിച്ച സിനിമയാണ് കറുവ.
കടുവയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ വേഷമെന്ന് കരുതി അഭിനയിച്ചപ്പോൾ തോന്നിയിരുന്നൊരു വേഷം സിനിമ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മറ്റുള്ള സിനിമകൾ പോലെ തന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചേട്ടാ ആ കടുവയിലെ വേഷം നന്നായിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആ സിനിമ വീണ്ടും ഒന്നുകൂടെ കാണുന്നത്. അന്നേരമാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് ഇത്രയും ഭംഗിയായിരുന്നല്ലോ. കാരണം മൈന്യൂട്ടായിട്ടുള്ള ചില ആക്ഷൻസ് പോലും സാറത് ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് അന്ന് നന്ദി പറയാൻ സാധിച്ചില്ല. കാരണം അതിനുശേഷം പിന്നീട് കാണുന്നത് ഞങ്ങൾ കാണുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരവിന് വേണ്ടി. ചെറുപ്പം മുതൽ സാറിൻ്റെ ചെറുപ്പം എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പ്രായത്തിന് ശേഷമുള്ള സാറിൻ്റെ ആദ്യകാല പടങ്ങൾ പോലെ ഞാൻ കാണുന്നതാണ് എൻ്റെ സിനിമ. ഒപ്പം അതേപോലെ സാറ് ജോർജ് സാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഉറപ്പിച്ച് പറയുകയാണ്, ജോർജ് സാറിൻ്റെ പടവും അതിന് മുൻപ് സേതുമാധവ മാഷയുടെ പടങ്ങളായിരുന്നു. ഒപ്പം ആ സ്ഥാനത്തേക്ക് പിന്നെ ജോർജ് സാറ്, ഷാജി സാറ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പടങ്ങളാണ് എനിക്ക് സിനിമകളാണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഞാൻ പല പ്രാവശ്യം കാണുകയും ചെയ്തു. ഇഷ്ടപ്പെട്ട ഒരു സിനിമ നിരവധി പ്രാവശ്യം കാണും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം അതിനകത്ത് ഏതെങ്കിലും ഒരു സിനിമയിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് വീണ്ടും കാണും. ഒരു നടനായാലും നടിയായാലോ അല്ലെങ്കിൽ ഡയറക്ഷൻ ആയാലോ ക്യാമറ ആയാലോ അത് പ്രാധാന്യം കൂടുതലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സിനിമ ഞാൻ വീണ്ടും വീണ്ടും കാണും. എന്തായാലും ഈ വരവ് സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആദ്യം എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ എൻ്റെ ഇനി അടുത്തൊരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കണം എന്ന് അദ്ദേഹം എൻ്റെ ഏതോ ഒരു സിനിമ കണ്ടിട്ട് തീരുമാനിച്ചു എന്ന് അദ്ദേഹം. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒപ്പം ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ജോജു, ആ ചേട്ടൻ ഉണ്ടല്ലോ സന്തോഷമാണ്. അപ്പോൾ നേരത്തെ ജോജുനോട് പറഞ്ഞിരുന്നു ഇന്നയാൾ എന്നെ രക്ഷപ്പെടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അന്നേരം ഉറപ്പിച്ചു ചേട്ടൻ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ജോജു പറഞ്ഞു എന്നോട് പറഞ്ഞു. അതും എനിക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമായി. ഇതൊക്കെ വെച്ച് ഈ പഠനത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിരവധി സന്ദർഭങ്ങളിൽ പ്രേക്ഷക മനസ്സിന് വളരെയധികം ഒരു വിജൃംഭിക്കുക എന്നൊക്കെ നമ്മൾ പറയുകയില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരവസ്ഥയിൽ ജിജ്ഞാസാഭരിതമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന കുറേ സിറ്റുവേഷൻസ് ഈ സിനിമ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരിക്കലും ഒരു നഷ്ടമാവില്ല എന്നാണ് എനിക്ക് ഉറപ്പിച്ചു പറയാൻ. ഒപ്പം ഈ സിനിമയിൽ സഹകരിച്ച അല്ലെങ്കിൽ ഒപ്പം സഹകരിച്ചിരുന്ന എല്ലാ ആളുകളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആദ്യം മുതൽ എന്നെ ഇതിലേക്ക് ഫിക്സ് ചെയ്തപ്പോൾ മുതലുണ്ടായിരുന്ന ജോബി ഉൾപ്പെടെ ഉള്ള ജോബി ഞങ്ങൾ നേരത്തെ സുഹൃത്തുക്കളാണ്. ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. എന്തായാലും എല്ലാം കൊണ്ടും ഒരു വലിയ സന്തോഷകരമായ ഒരു നിമിഷമാണിത്. ഇത് 100% വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളേവരോടും അഭ്യർത്ഥിക്കുവാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണം. എല്ലാത്തിനും ഉപരിയായി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ഏറ്റവും ആത്മവിശ്വാസം തരുന്ന ഒരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതിനാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും ബഹുമാനപ്പെട്ട ഗോകുലം ഗോപാലൻ സാറിൻ്റെയും കൃഷ്ണമൂർത്തി സാറിൻ്റെയും എൻ്റെ സ്വന്തം പയ്യനുകൂടെയായ സുജിത്തിൻ്റെയും കൂടെ ഒക്കെ ഒരു സഹകരണത്തിൽ ഗോകുലം ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തതിന് അവർക്ക് വേണ്ടി അവരോടൊപ്പം സഹകരിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അതിന് എൻ്റെ പ്രത്യേകമായ നന്ദി ഒരു നടൻ എന്നുള്ള നിലയിൽ ആ സിനിമ വിജയിക്കേണ്ടത് എൻ്റെയും കൂടെ ബാധ്യതയാണല്ലോ, എൻ്റെയും കൂടെ കടമയാണല്ലോ എന്ന് ഓർത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ അവരോട് നന്ദി പറയുന്നു, കടപ്പാടറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much. വാക്കുകൾ കേൾക്കാൻ ശ്രീ കോട്ടയം രമേശ്. അടുത്തതായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ബാലാജി ശർമ്മ. നല്ലൊരു കൈഡി നൽകി തന്നെ സ്വാഗതം ചെയ്യാം. ഒരു
സുപരിചിതനായ നടനാണ്. ഓറ്റി. എല്ലാവർക്കും നമസ്കാരം. ഡിന്നറിനുള്ള ടൈം ആയതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ അറിയാം. ആദരണീയായ ജോഷി സർ, ഷാജി സർ, ശരവണൻ സർ, എം ജി കുമാരേട്ടൻ, സാജൻ ചേട്ടൻ, എല്ലാവർക്കും നമസ്കാരം. ഞാനും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഒരു കിൻഡൽ ഇടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവരും ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ഒരു അതിഗംഭീരപ്രദമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാജി സാർ, എ കെ സാജൻ ചേട്ടൻ്റെ കോംബോയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഷാജി സാറിൻ്റെ വേറെ 2 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. When the heart is full, the words are few. When the words are few, there is nothing to say. Thank you. How powerful. Thank you. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആ കിഞ്ചലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്തതായി പ്രിയങ്ക ചേച്ചിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. Ladies and gentlemen, with a big round of applause, let's welcome the very talented actress Priyanka on stage. Looking absolutely beautiful, അല്ലേ? വളരെ സുന്ദരിയായി നല്ലൊരു സാരിയൊക്കെ എടുത്താണ് ചേച്ചി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. കാരണം നിങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ഭാഗ്യം എനിക്കുണ്ട്. കമ്മീഷണർ സുശീല ടീച്ചർ തൊട്ട് ഷാജി ചേട്ടൻ്റെ 1-2 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലെല്ലാം എനിക്ക് പ്രിയങ്ക എന്ന് പറഞ്ഞാൽ പുറത്തറിയാൻ പാകത്തിന് തന്നെ FIRലെ ആലീസ് ആയാലും അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ഒരു പടത്തിലാണ് ഞാൻ. ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. ഞാനിതിലെ പോലീസായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇപ്പം ന്യൂ ജനറേഷനിൽ ഒരുപാട് പേരുടെ ഫ്രണ്ടിരിപ്പുണ്ട്. പക്ഷേ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞൊരാൾ IPS എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നത് വാണി വിശ്വനാഥ് തന്നെയാണ്. അത് നമ്മുടെ ഷായിച്ചേട്ടൻ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ആ ലുക്ക് വൈസും എല്ലാം ജനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വാണി വരാത്തതുകൊണ്ടും അതുപോലെ തന്നെ സുകന്യ അമ്മായിമയിലൊക്കെ ഞങ്ങൾ ഒരുപാട് ചേച്ചി അനിയത്തിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വരാത്ത ആൾക്കാരും ഈ പടത്തിൻ്റെ മുഖ്യ ഘടകങ്ങൾ തന്നെയാണ്. അതുപോലെ ഞാൻ അവിടെ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു പോയപ്പോൾ കണ്ടതാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോജിൻ്റെ ഒരു ഇടിസീനാണ് ഞാൻ കണ്ടത്. ആ ഒരു ഇടി ഇപ്പോഴും എൻ്റെ ചെവിയിൽ നിൽക്കുകയാണ്. ഒരു ഇടി കിട്ടിയിട്ട് ആ ചെവിയിൽ ആ മൂളക്കം ഇപ്പോഴും മാറിയിട്ടില്ല. ആ മൂളക്കം നിങ്ങളുടെ ഇടയിലേക്ക് കിണ്ടലായിട്ടല്ല, അതൊക്കെ മേലെയായിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങളാണ് ഈ പടം, ഷായിച്ചേട്ടൻ്റെയൊക്കെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആ പടത്തിൽ ഒരു ചെറിയ കൂട്ടത്തിൽ നിൽക്കാൻ വരെ ആൾക്കാർ അത്രയും എന്താ പറയുക വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു പടങ്ങളായിരിക്കും എല്ലാം. അപ്പോൾ അതിൽ ആ ഒരു ചെറിയ വേഷത്തിന് പോലും കാത്തിരുന്ന ഷായിച്ചേട്ടൻ്റെ ഈ പടം ഒരു വരവ് തന്നെയായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ ഒരു പടത്തിൻ്റെ പുറകിൽ നമ്മൾ പ്രൊഡ്യൂസറായാലും ചേർത്ത് നിർത്തി ആ പടം മുന്നോട്ട് കൊണ്ടുപോകണം. ക്യാമറ ആണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി ഒരു പടം തന്നെയായിരിക്കും വരവ്. അപ്പോൾ എല്ലാവരും കാണാൻ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എല്ലാവരും അതിനുള്ള പ്രോത്സാഹനം ഒക്കെ തരിക. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഷായിച്ചേട്ടനും എൻ്റെ സുഹൃത്താണ് ആനി. ആ കുടുംബം പിന്നെ മക്കൾ 2 പേരെ ഞാൻ കണ്ടത് ആ സമയത്താണ്. മോനും ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരുമാണ് ആ ഒരു ഫാമിലിയുടെ ശക്തി കൂടിയാണ് ഷായിച്ചേട്ടൻ ഇന്നിവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഇവരുടെ ഫാമിലിയുടെ ഒപ്പം കൂടെ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. എന്തായാലും വന്നതിന് വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക് വിളിച്ചതിന് സന്തോഷം. ജോജുവിനെ ഒന്നും പറയാനില്ല, ഒരുപാട് വർഷം കൊണ്ട് കണ്ടുള്ള പരിചയമാണ്. പക്ഷേ ഇതുപോലെ ഇനിയും ഒരുപാട് പടങ്ങൾ ജോജുവിന് കിട്ടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ജോഷി ചേട്ടാ, എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ പ്രായം കുറേ കൂടി വരിക. അമ്മയായാലും അമ്മമ്മയായാലും ഇനി എനിക്ക് പറ്റിയ വേഷം വിചാരിക്കേണ്ട, ഏത് റോളായാലും ഞാൻ ചെയ്തോളാം. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ജോഷി ചേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മൾ സിനിമാകത്തുള്ള എല്ലാവരും. അതിലൊരാളാണ് ഞാനും. എന്തായാലും ഇനിയും ജോഷി ചേട്ടൻ്റെ പഴയ പടങ്ങൾ പോലെ തന്നെ ഒരുപാട് നല്ല പടങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി. വരവന്ന ഷാജി കൈലാസ് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ശ്രീഗോകുലം മൂവീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണറായ ഡ്രീം ബിഗ് ഫിലിംസിന്റെ സുജിത് സാറിനെ ഈ സമയം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് സുജിത് സർ ടു കൈൻഡ്ലി കം ഓൺ സ്റ്റേജ് ആൻഡ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. ശ്രീഗോകുലം മൂവീസ് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്, വലിയൊരു ശക്തിയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? നമസ്കാരം. ജോജു ജോർജിൻ്റെ 3ാമത്തെ ചിത്രമാണ് ഞാൻ വിതരണം ചെയ്യുന്നത്. ആദ്യം വിതരണം ചെയ്ത ചിത്രം ജോഷി സാറിൻ്റെ ആൻ്റണിയാണ്. അതിനുശേഷം അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത പണി വിതരണം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഇപ്പം ശ്രീഗോകുലം മൂവീസിന് വേണ്ടിയിട്ട് നമ്മുടെ വോൾഗ പ്രൊഡക്ഷൻസിൻ്റെ ഈ ചിത്രം തിയേറ്ററിൽ എത്തിക്കുകയാണ്. അപ്പം ഈ അവസരത്തിൽ
എനിക്കത് പറയാനുള്ളതെന്ന് വെച്ചാൽ 100% ഈ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് തന്നെ ഓരോ ഓഡിയൻസിനും ഉറപ്പായിട്ടും അവരുടെ 100% സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ തന്നെ തിയേറ്ററിൽ വിട്ടിറങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിത്രത്തിൽ ഒരുങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ മിക്സിങ്ങും ഫൈനൽ പ്രൊഡക്റ്റ് കണ്ട് ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും, ചിത്രം തീർച്ചയായും നല്ലൊരു ഔട്ട്പുട്ട് തിയേറ്ററിൽ തരും. നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. 2 ദിവസത്തിനുള്ളിൽ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് സഹകരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ജോജു ജോർജിൻ്റെ ഈ ഏറ്റവും അധികം സ്ക്രീനുകളിൽ എത്തുന്ന ചിത്രവും ഈ സിനിമ ആയിരിക്കും എന്ന് ഇവിടെ അറിയിക്കുന്നു. ഏറ്റവും അധികം സ്ക്രീനുകളിൽ, അതായത് കേരളത്തിൽ മാത്രം 220-ലധികം സ്ക്രീൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ 402 സ്ക്രീൻസാണ് ഇന്ത്യയിൽ മാത്രമുള്ളത്. ഓവർസീസിൽ നമ്മൾ 600-ന് മുകളിൽ സ്ക്രീനിലാണ് ഈ ചിത്രം ഈ 16-ാം തീയതി തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് ഇതിനു വേണ്ടി അറിയിക്കുന്നു. ശ്രീ ഗോകുലം മൂവീസ് വളരെ ഒരു മികച്ച വിതരണ ശൃംഖല തന്നെയാണ് ചിത്രത്തിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല ഡിസ്ട്രിബ്യൂട്ടർ പാർട്ട്നേഴ്സിനെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിലെത്തി തന്നെ ചിത്രം കാണുന്നവരെ ഇവിടെ താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ സുജിത് സാറ് പറഞ്ഞതുപോലെ വരവെന്ന ഈ ഷാജി കൈലാസ്